കഠിനമായ ശാരീരിക വേദനകളെയും രോഗങ്ങളെയും ദൈവസ്നേഹത്തിനായി സമർപ്പിക്കുകയും ജീവിതത്തിൽ ക്രിസ്തുവിന്റെ പഞ്ചക്ഷതങ്ങൾ വഹിക്കുകയും ചെയ്ത ഹെലീന പെൽസാറിന്റെ ജീവിതം വിശ്വാസികൾക്ക് ഇന്നും വലിയ അത്ഭുതമാണ്. പോളണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഈ ഭക്തിയായ സ്ത്രീയുടെ ജീവിതം ത്യാഗത്തിന്റെയും സ്വർഗീയ ഭക്തിയുടെയും ഉജ്ജ്വലമായ സാക്ഷ്യമായിരുന്നു. 1888 ക്രിസ്തുമസ് ദിനത്തിൽ പോളണ്ടിലെ കൊറോസ്നോയിലാണ് ഹെലീന ജനിച്ചത്. ചെറുപ്പം മുതലേ ദൈവത്തോടും പരിശുദ്ധ മാതാവിനോടും അഗാധമായ ഭക്തി അവർ പുലർത്തിയിരുന്നു. 1913 തന്റെ 24ാമത്തെ വയസ്സിൽ ഹെലീന അമേരിക്കയിലേക്ക് കുടിയേറി. ന്യൂയോർക്കിലെ ഹെർക്കിമറിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. 1918 ഒരു ദുഃഖവെള്ളി ദിനത്തിലാണ് ഹെലീനയുടെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ മുറിവുകൾക്ക് സമാനമായ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ മുറിവുകളിൽ നിന്ന് രക്തം വരികയും ഹെലീന കഠിനമായ വേദന അനുഭവിക്കുകയും ചെയ്തിരുന്നു. ജീവിതകാലം മുഴുവൻ വിവിധ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട ഹെലീന തന്റെ എല്ലാ വേദനകളും ലോകത്തിന്റെ പാപപരിഹാരത്തിനായും ആത്മാക്കളുടെ രക്ഷയ്ക്കായും സമർപ്പിച്ചു. മരണാസന്നരായവർക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയും ഹെലീന നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. ഹെലീനയ്ക്ക് സ്വർഗീയ ദർശനങ്ങൾ ലഭിച്ചിരുന്നതായും ഭാവി കാര്യങ്ങൾ പ്രവചിക്കാനുള്ള കഴിവുണ്ടായിരുന്നതായും വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. കഠിനമായ വേദനകൾക്കിടയിലും അവൾ പുഞ്ചിരിയോടെ എല്ലാവരെയും സ്വീകരിക്കുകയും പലരിലും വിശ്വാസത്തിന്റെ കനലുകൾ ജ്വലിപ്പിക്കുകയും ചെയ്തു. 1926 ഡിസംബർ 18 തന്റെ 38ാം വയസ്സിൽ ഹെലീന നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. മരണശേഷം ഹെലീനയുടെ മൃതദേഹം അടക്കം ചെയ്ത സ്ഥലത്ത് പ്രത്യേക സൗരഭ്യം അനുഭവപ്പെട്ടതായും പല രോഗസൗഖ്യങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഹെലീന പെൽസാറിന്റെ ജീവിതം കഷ്ടപ്പാടുകളെ എങ്ങനെ ദൈവത്തോടുള്ള സ്നേഹമായി മാറ്റാം എന്നതിന്റെ വലിയ പാഠമാണ്. 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും വിശ്വാസ ലോകത്തിന് അത്ഭുതമാണ് ഹെലീനയുടെ ജീവിതം.